ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്സുകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ച, ഈ വലിയ നോമ്പിലെ 4ാമത്തെ ഞായറാഴ്ച നമ്മൾ ലത്താരെ സൺഡേ എന്ന് പറയുന്ന ഈ ആഗമനകാലത്തിലെ ഗൗദാത്തെ സൺഡേ പോലെ, ആനന്ദത്തിന്റെ ഞായറാഴ്ച പോലെ ലത്താരെ സൺഡേ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ തപസ്സുകാലത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അതിന് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു പകുതി എന്നതിനേക്കാൾ ഉപരി ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ റോസ് നിറത്തിലുള്ള വെസ്റ്റ്മെന്റ്സ് ഒക്കെയാണ് ഇതിന് ഉപയോഗിക്കുക. ഇന്നത്തെ വചനഭാഗങ്ങൾ, ഒന്നാമത്തെ വായന 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നും ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന അതിമനോഹരമായ രംഗമാണ് നമ്മൾ കാണുന്നത്. അത് പറഞ്ഞ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തമായി ആവസിച്ചു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടായില്ലെന്ന ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വരിയാണ് പ്രതിദിന സങ്കീർത്തനമായിട്ട് നമ്മൾ ചൊല്ലുന്നത്. നമ്മൾ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലും പ്രകാശവുമായി ബന്ധപ്പെട്ട്, ചൈതന്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. സഹോദരരെ, ഒരിക്കൽ നിങ്ങൾ അന്ധരായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശിതരായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു അന്ധന് കാഴ്ച കൊടുക്കുന്ന ഒരു വിശാലമായൊരു സുവിശേഷ ഭാഗമാണ്. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് 9-ാം അധ്യായത്തിൽ 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പ്രധാന ഭാഗങ്ങൾ ആണ് നമുക്ക് വായിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു അന്ധന് കാഴ്ച കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവനെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഈശോ കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷമാണത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഇരുളും വെളിച്ചവും എന്ന് പറയപ്പെടുന്ന ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ആശയം സുവിശേഷത്തിലുടനീളം നമ്മൾ കാണാൻ സാധിക്കും. ബറേഷിത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്, ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. അതായത് ആദിയിൽ വെളിച്ചമുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തെ റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, പുനരാവിഷ്കരിക്കുന്ന രീതിയിലാണ് യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ബറേഷിത്ത് എന്ന വാക്ക് തന്നെ രണ്ടിടത്തും കാണാൻ സാധിക്കുക. ആദിയിൽ എന്നിട്ട് അവിടെ വെളിച്ചം ദൈവത്തോടു കൂടിയായിരുന്നു എന്നൊക്കെ പറയുന്ന വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. നമ്മൾ ഓർക്കണം, ഈ പരസ്യജീവിതം ആരംഭിക്കുമ്പോഴത്തേക്ക് ഈശോ കാനായിലെ കല്യാണത്തിന് ആദ്യത്തെ അത്ഭുതമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നിക്കോദേമോസ് ഈശോയെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. നിക്കോദേമോസ് ഈശോയെ കാണാൻ വരുന്നത് രാത്രിയിലാണ്, വെളിച്ചം തേടി വരുന്നു. അവരുടെ സംഭാഷണം അവസാനിക്കുന്നത് പ്രകാശത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സമരിയാക്കാരി സ്ത്രീ നട്ടുച്ച നേരത്ത് ഈശോയെ കാണാൻ വരുന്നു. 6-ാം മണിക്കൂർ നട്ടുച്ച നേരത്ത്. അതും യഥാർത്ഥത്തിൽ ആ ജ്വലിച്ചു നിൽക്കുന്ന വെളിച്ചത്തെ തേടി അവൾ വരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിങ്ങനെ ബൈബിളിൽ ഉടനീളം നമുക്ക് ഓരോ വ്യക്തികളിൽ കാണാൻ സാധിക്കുന്നു. 10-ാം മണിക്കൂറിൽ യോഹന്നാൻ ശിഷ്യനായി മാറിയതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ പ്രകാശമുണ്ട്. പിന്നെ വളരെ പ്രധാനമായിട്ടൊരു സംഭവം, അന്ത്യത്താഴം കഴിഞ്ഞിട്ട് അപ്പം മുറിച്ച് യൂദാസ് നൽകും. യൂദാസ് അപ്പകഷ്ണം ഭക്ഷിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ രാത്രിയായിരുന്നു, ഇരുട്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തില്. മറ്റൊരിടത്ത് ഈശോ പറഞ്ഞ കഥയിൽ ജെറുസലേമിൽ നിന്നും ഒരാൾ ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. പിന്നീട് നല്ല സമരിയാക്കാരന് സഹായത്തിന് വരുന്നത്. ജെറുസലേം ഉദയസൂര്യന്റെ ദിശയാണ്, ജെറീക്കോ സൂര്യ അസ്തമയത്തിന്റെ ദിക്കുമാണ്. അപ്പൊ ഇരുളിലേക്ക് പോയ ആളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ആ കഥയിൽ പറയുന്നുണ്ട്. ഈശോയുടെ ഉദ്ധാരത്തിന് ശേഷം തിബേരിയാസിന്റെ തീരത്ത് ഈശോ വരുമ്പോൾ ഇരുട്ടാണ്, രാത്രി അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുനാഥൻ പറഞ്ഞതനുസരിച്ച് വലതുവശത്തേക്ക് വലയിറക്കി വല നിറച്ച് മീൻ കിട്ടി 153 മത്സ്യങ്ങളുമായിട്ട് അവർ തീരത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരെത്തിക്കഴിയുന്ന സമയത്ത് ഈശോനാഥൻ പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പൊ പ്രഭാതമായി, യഥാർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കാത്തിരിക്കുന്നു, പ്രാതൽ ഒരുക്കി കാത്തിരിക്കുന്നു പറയുന്നത്. അപ്പം വെളിച്ചമായി, ഈശോയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് വെളിച്ചമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അവിടെ ആ ഭക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഈ സുവിശേഷത്തിലുടനീളം ഇങ്ങനെ നമുക്ക് കാണാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര്, അവര് ഈശോയോട് ഇങ്ങനെ സംസാരിച്ചു, ഈശോ എന്ന് മനസ്സിലാകാതെ സംസാരിച്ചിട്ട് അവസാനം ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട്, നാഥ മാനനോബിസ്കും ദോമിനെ എന്ന് പറയുന്നത്, നാഥ ഞങ്ങളോട് ഇപ്പോൾ വസിക്കാന്ന് പറയുന്ന വാക്യമാണ്. യഥാർത്ഥത്തില് ഇരുള് വീണ് തുടങ്ങി, രാത്രിയായി, നീ ഞങ്ങളുടെ കൂടെ താമസിക്കുമോ? അപ്പോൾ അവൻ അവരോടൊപ്പം താമസിക്കുകയും അവരുടെ മുമ്പിൽ വെച്ച് അപ്പം മുറിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, വെളിച്ചം കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സുവിശേഷം
മൊത്തം ഈ വെളിച്ചത്തിന്റെ കളിയാണ് യഥാർത്ഥത്തില്. നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, ഇരുളും വിളിച്ചു. അപ്പൊ ഈശോ വരുന്നു, വെളിച്ചം വരുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈശോ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് ഈശോ പറയുന്നത്. എന്നിട്ടാണ് ഈശോ ഈ അന്ധനെ സുഖപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഇടപെടൽ നമ്മൾ കാണുന്നത്. ആ ഇടപെടലാണ് നമ്മളുടെ വിഷയം. എങ്ങനെ വെളിച്ചം കിട്ടും? ഈശോ ഇടപെടുന്ന രീതി ഇങ്ങനെയാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ സീലോഹ അയക്കപ്പെട്ട എന്നർത്ഥമുള്ള കുളത്തിൽ പോയി കഴുകി തിരിച്ചെത്തിയപ്പോൾ അവന് കാഴ്ച കിട്ടി. നിലത്ത് തുപ്പി, മണ്ണിൽ തുപ്പി, ആ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി ചെളി അവന്റെ കണ്ണിൽ പുരട്ടി. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പുത്രൻ, ആ ദൈവപുത്രന് നിന്റെ കണ്ണിന് കാഴ്ച കിട്ടട്ടെ എന്ന് ഒറ്റ വാക്ക്, കാഴ്ചയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാഴ്ച കിട്ടി. പക്ഷെ എന്തിനാണ് ഈശോ ഇത് ചെയ്തത്? തുപ്പല് കൊണ്ട്, മണ്ണിൽ തുപ്പിയിട്ട് തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി. സത്യത്തിൽ ഈ തുപ്പൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രതീകമാണ്. മണ്ണ് അത് നമ്മുടെ നിസാരതയുടെ പ്രതീകമാണ്. മണ്ണ് നമ്മൾ മണ്ണായി തീരുമെന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ നിസാരതകൾ, വീഴ്ചകൾ, ബലഹീനതകൾ, അവന്റെ പ്രശ്നങ്ങൾ, ഇതിന്റെയൊക്കെ പ്രതീകമാണ് മണ്ണ്. വചനം മണ്ണിനെ തൊട്ടപ്പോൾ ചെളിയുണ്ടായി. വചനം മനുഷ്യനെ തൊടുമ്പോൾ ധ്യാനം ഉണ്ടാകും. ആ ധ്യാനത്തിൽ നിന്നും ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനത്തെ വിളിക്കുന്ന പേരാണ് വെളിച്ചം, കാഴ്ച. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തിന് ഈശോ നിലത്ത് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ, യേശുവിന്റെ തുപ്പൽ അത് വചനത്തിന്റെ പ്രതീകമാണ്. മണ്ണ് നമ്മൾ തന്നെയാണ്. ആ വചനം നമ്മളെ തൊട്ട് അത് ധ്യാനമായി മാറുന്നു, ചെളിയായി മാറുന്നു. ഓർക്കണം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, ദൈവം ഭൂമിയിൽ നിന്നും പൂഴിയുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ നാസാരന്തരങ്ങളിൽ നിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ നൽകി, റൂഹ കാറ്റ് നൽകി, അവനെ ജീവനുണ്ടാക്കി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ അവന് ജീവൻ നൽകി, മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തവന് ജീവൻ നൽകി. പക്ഷെ അവന് കാഴ്ച നൽകാൻ ക്രിസ്തു വരുന്നു എന്നുള്ളതാണ്. അവന്റെ കാഴ്ചപ്പാടുകൾ വികലമായി പോയി. അത് കാഴ്ചപ്പാടുകളെ വീണ്ടെടുക്കാൻ വേണ്ടി വചനം മണ്ണിനെ സ്പർശിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വചനഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഭാഗത്ത് ഈശോ ഈ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി അവന്റെ കാഴ്ച കിട്ടാൻ വേണ്ടി ഇനി രണ്ടാമത് ചെയ്യേണ്ടത് അയക്കപ്പെടട്ടെ എന്നർത്ഥമുള്ള സീലോഹായിൽ പോയി കഴുകുക. സീലോഹ എന്ന കുളത്തിൽ പോയി കഴുകുക. അയക്കപ്പെടുന്നവൻ ആയി ഞാൻ മാറണം, എന്നാലാണ് എനിക്ക് കാഴ്ച തെളിയുകയുള്ളൂ. വചനം എന്നെ സ്പർശിക്കുകയും ധ്യാനം സംഭവിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള തീരുമാനമാണ് കുളത്തിൽ കഴുകുക എന്ന് പറയുന്നത്. അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സീലോഹ എന്ന അർത്ഥമുള്ള കുളത്തിൽ കഴുകുക എന്ന് പറയുമ്പോൾ, ഞാൻ അത് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കാഴ്ച തെളിയും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു സുവിശേഷം കൂടി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു അന്തനെ സുഖപ്പെടുത്തുന്ന സംഭവം തന്നെ. അത് തുപ്പൽ കൊണ്ട് തന്നെ സുഖപ്പെടുത്തുന്നത്, ചെളി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ തുപ്പൽ കൊണ്ട് സുഖപ്പെടുത്തുന്നത്. പക്ഷെ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുപ്പൽ കൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്ന സമയത്ത് അവന് പാതി കാഴ്ചയെ കിട്ടുന്നുള്ളൂ. അവൻ പിന്നെ പറയും, നീ പോയി ഒന്നും കൂടെ സ്പർശിച്ചിട്ട് പറയും ഇപ്പൊ എന്ത്. അപ്പൊ പാതി കാഴ്ച കിട്ടിയ സമയത്ത് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മനുഷ്യനെ കാണുന്നു, പക്ഷെ മരങ്ങൾ പോലെ ഇരിക്കുന്നു, അവർ നടക്കുന്നതായി കാണുന്നുണ്ട്, മരങ്ങൾ നടന്നു പോകുന്നു. മനുഷ്യനെ കാണാൻ പറ്റാത്ത പാതി കാഴ്ചയിൽ ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, കരുണയിൽ സ്പർശിക്കുക, കരുണ നിന്നെ സ്പർശിക്കും, അപ്പോൾ നിന്റെ പൂർണ്ണ കാഴ്ചയുള്ളവനായി മാറും. ആ കുന്തമുന വിലാവിൽ കുത്തിയിറക്കി അവിടെ നിന്ന് തെളിച്ചു വീണ രക്തവും ജലവും കൊണ്ട് പൂർണ്ണ കാഴ്ച നേടിയ പാതി കാഴ്ച ഉണ്ടായിരുന്ന ലോജിനൂസിനെ പോലെ പാതി കാഴ്ചയും വെച്ച് നമ്മൾ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല, മരമായി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ അവനെ മരം പോലെ ഉപയോഗിക്കുന്നത്, നമ്മൾ അവനെ എടുത്ത് ഉപയോഗിക്കുന്നു. പക്ഷെ മനുഷ്യനെ കാണാൻ പൂർണ്ണ കാഴ്ച ആവശ്യമുണ്ടെന്ന് ഈശോ നമ്മളെ ആ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ അന്തിന് കാഴ്ച കൊടുക്കുന്ന സംഭവത്തിൽ പഠിപ്പിക്കുന്നത് കൂടി നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്, കൂട്ടിച്ചേർത്ത് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ വരി വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ, കൃപകളിൽ ധനികനാകാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. ദിവ്യകാരുണ്യം സ്വീകരിക്കുക, കൃപയുടെ മേലങ്കി ധരിക്കുക, കണ്ണിൽ കാഴ്ച ലഭിക്കുന്നതിന്
കണ്ണിലെഴുതാൻ അഞ്ജനം എന്നോട് വാങ്ങുക, വചനം നീ വാങ്ങിക്കുക, വചനം കൊണ്ട് കണ്ണെഴുതുക. ഇതാണ് ഈശോ കൊണ്ട് ഓർപ്പിക്കുന്നത്. ഈ വചനം കൊണ്ട് കണ്ണെഴുതി മനുഷ്യത്വത്തിന്റെ കാഴ്ചയുള്ളവരായി മാറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.